അപ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി ഇവിടെ കണ്ടിരിക്കുന്ന ഈ ബോർഡിൽ നിന്നൊക്കെ മനസ്സിലാക്കി കാണും എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത്. SKN40 എന്നാണ് ഈ കേരള യാത്രയുടെ പേര്. മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന ആർ ശ്രീകണ്ഠൻ നായർ 24ന്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അദ്ദേഹം നടത്തുന്ന യാത്ര ഒപ്പം നമ്മളെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ഇതിനോടകം സാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശ യാത്രയാണ്. നമ്മൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപക്ഷെ നമ്മളും എല്ലാം കേട്ട് ഞെട്ടിയൊരു കാര്യമാണ്. കൊച്ചിയിലെ ഒരു ക്യാമ്പസിൽ, കളമശ്ശേരിയിലുള്ള ഒരു പോളിടെക്നിക് കോളേജിന്റെ ക്യാമ്പസിൽ അവിടുത്തെ ഹോസ്റ്റലിൽ ഒരു കഞ്ചാവ് വിപണന കേന്ദ്രമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് എക്സൈസ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞൊരു 6 മാസക്കാലമായി അല്ലെങ്കിൽ അതിലധികമായി അതൊരു കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വിപണന കേന്ദ്രം പോലെ പ്രവർത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ഞെട്ടലോടെയാണ് ആ വാർത്ത നമ്മൾ കണ്ടത്. അപ്പോൾ അതിന് മാറ്റമുണ്ടാകണം, അതിന് ശക്തമായ ഇടപെടൽ വേണം. അതൊരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് മാത്രമേ അത് മാറ്റാൻ കഴിയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് ഒരു യാത്ര നമ്മൾ നടത്തുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും പരമാവധി പോവുക, ഈ കാര്യങ്ങൾ പറയുക, ഇൻട്രാക്ട് ചെയ്യുക. വെറുതെ അല്ല, ഓരോരുത്തർക്കും പറയാൻ ഓരോ ആശയങ്ങളുണ്ടാവും. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അത്തരം ആശയങ്ങൾ കേൾക്കുക, നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോവുക. മാത്രമല്ല, ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആർ ശ്രീകണ്ഠൻ നായർ ഒരു അഭിമുഖ സംഭാഷണം നടത്തിയിരുന്നു. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പോകുന്ന യാത്രാ വേളകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് ഒരു ഫയലായി തരിക, നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ പ്രോഗ്രാമായി മാറ്റാനുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. അതെ, അപ്പോൾ ഈ ഒരു ക്യാമ്പസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പസിനും വിദ്യാർത്ഥികൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അധ്യാപകർക്കും. കാരണം ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നത് ഇപ്പോഴത്തെ തലമുറയെയാണ്, വിദ്യാർത്ഥികളെയാണ്. കാരണം ഒരു ദിവസം ന്യൂസ് ഫ്ലോറിൽ നിൽക്കുന്ന നമ്മൾ എത്രയോ വാർത്തകളാണ് പല പല ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം ലഹരി ഉപയോഗത്തിൻ്റെ വാർത്തകൾ, സംഘർഷത്തിൻ്റെ വാർത്തകൾ, അക്രമത്തിൻ്റെ വാർത്തകൾ, കൊലപാതകത്തിൻ്റെ വാർത്തകൾ, അതൊക്കെ കുട്ടികൾക്കിടയിൽ വ്യാപിക്കുന്നു എന്നുള്ള ഏറ്റവും ആശങ്കാജനകമായ സ്ഥിതിവിശേഷത്തിന് നടുവിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. ഏറ്റവും കൂടുതലായി അത് അനുഭവിച്ചറിയുന്നവർ കൂടിയാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറയെ തിരിച്ചു പിടിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവത്തിലുള്ള ആലോചനകൾ നമ്മൾ നടത്തുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു യാത്രയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെയുള്ള യാത്ര. അതിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലത്താണ്. ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ വരുന്നത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും. ഈ മാഫിയയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനായി നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കൊപ്പം ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തരാക്കാൻ കഴിയുക എന്ന് ആലോചിക്കുക. നമ്മളിപ്പോഴും ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ പാടായിരിക്കും. നമ്മുടെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം ഒരുപക്ഷെ ലഹരിയുടെ വിപത്തിന് അടിമയായിരിക്കാം. അത് നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. ഒരളവ് വരെയൊക്കെ അത് അങ്ങനെ മുൻപോട്ട് പോകും. പക്ഷേ അത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ തള്ളിവിടുന്നത് ഒരു വലിയ അപകടത്തിലേക്കാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഇടപെടൽ, നമ്മളുടെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടലിന് വലിയ അർത്ഥമുണ്ട്, വലിയ അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങളുടെ ഒരുപാട് പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളെയൊക്കെ ആണ് ഞങ്ങൾ പ്രതീക്ഷയായി മുന്നിൽ കാണുന്നത്. ഈ കോളേജ് ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ആ തരത്തിലേക്കുള്ള പിന്തുണ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. SKN40 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാധ്യമ മേഖലയിലെ 40 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ്. പക്ഷേ അത് ഇങ്ങനെ ഒരു കോസിന് വേണ്ടി, ഇങ്ങനെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അത് നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രസക്തവുമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. SKN-നെ ക്ഷണിക്കുകയാണ് അല്ലേ? ഓട്ടേക്ക്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കലാലയത്തിൻ്റെ അഭിമാനമായ 1976-79 വർഷങ്ങളിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ശ്രീകണ്ഠൻ നായർ സാർ പ്രബുദ്ധ കേരളത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആഭിമുഖ്യമില്ലാത്ത റിയാലിറ്റി TV ഷോയിലൂടെ, നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഷോയിലൂടെ കേരളീയരുടെ മനസ്സിലിടം പിടിച്ച ഏറെ ആദരണീയനായ മാധ്യമ പ്രസ്ഥാനത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന ശ്രീകണ്ഠൻ നായർ സാറിന് ചരിത്രപരമായ ശ്രീനാരായണ കോളേജിൻ്റെ പേരിൽ ഹാർദമായ സ്വാഗതം. ഓക്കെ, താങ്ക് യു. മൈ ഡിയർ ഗായ്സ്, ഞാൻ 5 കൊല്ലം ഇവിടെ പഠിച്ചിട്ടുണ്ട്. 5 കൊല്ലം.
1976 മുതൽ 81 വരെ ഡിഗ്രിക്കും PGക്കും ഞാനിവിടെ ഉണ്ടായിരുന്നു. 3-4 ദിവസമായിട്ട് ഇങ്ങനെ യാത്ര തുടങ്ങി ശബ്ദമൊക്കെ പിടിച്ച് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളൊരു യാത്ര തുടങ്ങിയത് കേരളത്തിലെ ഏറ്റവും വളരെ പ്രസക്തമായൊരു വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ്. നമുക്ക് ഏറ്റവും സങ്കടകരമായൊരു സാഹചര്യം, ഞങ്ങളൊക്കെ വാർത്താമുറികളിൽ AC റൂമിലിരുന്ന് വാർത്ത വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തിനാണ് ഇവർ ഇത്രയും 39 ഡിഗ്രി ചൂടായിരുന്നു പുനലൂരിൽ ഇന്നലെ, ഇവിടെ 37. അപ്പോൾ ഇത്രയും ചൂടിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്തിന് യാത്ര ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഒരുപക്ഷെ എനിക്ക് പുറം ലോകത്തെ കാണാൻ ഒരു ജാലകമായി മാറിയ കോളേജാണ് കൊല്ലം എസ് എൻ കോളേജ് എന്ന് പറയുന്നത്. ഒരുപാട് എഴുത്തുകാരെയും ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ എനിക്ക് ജീവിതത്തിൽ സമ്മാനിച്ച് കിട്ടിയ ഒരുപാട് കിളിമാനൂർ വിശ്വംഭരൻ സാറും നമ്മുടെ KP അപ്പൻ സാറും അവരിൽ ചില എൻ്റെ പ്രൊഫസർ SK രാജഗോപാൽ സാറായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും മയ്യനാട് രാജ് സാറ് പോലെ എൻ്റെ ഓർമ്മകളിൽ ഒരുപാട് മുഖങ്ങളിങ്ങനെ മറയുന്നുണ്ട്. അതുപോലെ ശ്രീനിവാസൻ സാറായിരുന്നു അന്ന് ഇവിടുത്തെ പ്രിൻസിപ്പൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിലെ രാഷ്ട്രമീമാംസയിൽ ആദ്യത്തെ PhD ഹോൾഡറായ ഡോക്ടർ M ശ്രീനിവാസൻ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടൊക്കെ ഭയങ്കരമായ ചങ്ങാത്തമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും വിക്രിയകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ നേരെ വന്ന് ഇടിക്കാനൊക്കെയുള്ള കരുത്ത് കാണിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ കുട്ടികളുമായിട്ടൊക്കെ അത്ര ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ എസ് എൻ കോളേജിലെ ഓർമ്മകളാണ് പലപ്പോഴും. ഒരുപക്ഷെ ഞാൻ ഈ കൈക്കൂലിക്കുമൊക്കെ തന്നെ വളരെ എതിരെ ശബ്ദിക്കുന്ന ഒരാളാണ്. ഞാനിതുവരെയും മദ്യം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. എസ് എൻ കോളേജ് എന്നിലേക്ക് കടത്തിവിട്ട ഒരു കൾച്ചറുണ്ട്. ആ സംസ്കാരമാണ് എന്നെ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിർത്തുന്നത്, നമുക്കില്ല നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, വാർത്താമുറിയിലിരുന്ന് ഓരോ വാർത്തയും വളരെ അസ്വസ്ഥതയോടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അമ്മയുടെ ചങ്കിലേക്ക് കടാരി കുത്തിയിറക്കാൻ ഒരു മകൻ തയ്യാറാകുന്നു, ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ മകൻ തയ്യാറാകുന്നു, രാത്രിയിൽ വീട്ടിൽ എവിടെയെങ്കിലും പോയി മടങ്ങി വരുന്ന മകൻ്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ അമ്മ മടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്ക നിറഞ്ഞ വാർത്തകൾ കേരളത്തിൻ്റെ പല താലൂക്കുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു MDMA പോലെയുള്ള മാരകമായ രാസലഹരി കോളേജുകളിലും പള്ളിക്കൂടങ്ങളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് വിതരണം ചെയ്യുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ഏതോ രാജ്യത്തിരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി പുതിയതായി വരുന്ന തലമുറകളെ നശിപ്പിച്ച് കളയുക. നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളവരെ പിന്തിരിപ്പിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 തവണ ഈ വെളുത്ത പഞ്ചസാര പോലിരിക്കുന്ന ഈ തരികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ഈ ലഹരിയോടുണ്ടാകും. അത് ഒരു ലഹരി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അഡിക്ഷനായി മാറുകയും പിൽക്കാലത്ത് നിങ്ങൾക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നിങ്ങളൊരു മനോരോഗികളെ പോലെ ആയി മാറും. അതായത് മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധത്തിൻ്റെ ശൈഥില്യം സംഭവിച്ച ഒരാളെപ്പോലെ നിങ്ങൾ പെരുമാറി തുടങ്ങും. അപ്പോൾ അമ്മയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടാൽ മനസ്സിലാകില്ല. അത്ര ഏറ്റവും അപകടം പിടിച്ച രാസലഹരിയാണ് MDMA. നിങ്ങൾക്കറിയുമെന്നറിയില്ല, കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്ന് MDMA എക്സൈസ് ഇപ്പോൾ പിടിക്കുന്നു. കേരളത്തിലിപ്പോൾ വളരെ വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ്. മാത്രമല്ല, കോളേജ് ക്യാമ്പസിലേക്ക് പ്രിൻസിപ്പലിൻ്റെ അനുമതിയില്ലാതെ ഒരു സമയത്ത് പോലീസ് സംവിധാനം കടന്നു വരില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എക്സൈസ് റെയ്ഡിന് തീരുമാനിച്ചാൽ പ്രിൻസിപ്പൽ പോലും അറിയാതെ കോളേജിലേക്ക് അവർ കടന്നു വരും. നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, നിങ്ങളെയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ കോളേജിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സിവിൽ സർവീസ് എഴുതി പാസ്സാകും, നിങ്ങൾ IAS ഓഫീസേഴ്സാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട്. അവർക്ക് വളരെ 1-2 കുട്ടികളൊക്കെ അല്ലേ ഒരു വീട്ടിലുള്ളൂ. അപ്പം അവർക്ക് ജീവിതത്തിൽ നേടാൻ കഴിയാത്തതൊക്കെ ഈ കുട്ടികൾ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് അവർ. അപ്പോൾ അവരുടെ പ്രതീക്ഷ അറ്റുപോകുന്നു എന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളിലുള്ള എല്ലാ വിശ്വാസവും അവർക്ക് നശിച്ചു പോകുന്നു. ഞാൻ പല അഡിക്ഷൻ സെൻ്ററും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ MA ലിറ്ററേച്ചറും ഒക്കെ പാസ്സായ കുട്ടികൾ, ഇന്നലെ കൂടി ഒരു അമ്മമാരുള്ളൊരു സ്ഥലത്ത് പോയി. അവിടെയുള്ള ഒരു കുണ്ടറക്കാരിയെ ഞാൻ പരിചയപ്പെട്ടു. അവർ മാരകമായ MDMA ഉപയോഗിച്ച് മനോരോഗത്തിന് അടിമയായി ഈ നാട്ടിൽ എന്താ നടക്കുന്നത് വെളിച്ചമേ പിണങ്ങി, അവരുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക്
ചോക്ലേറ്റ് തന്ന് ചില കുട്ടികളൊക്കെ, ചില പെൺകുട്ടികളെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നത് ചോക്ലേറ്റ് കൊടുക്കും, എന്നിട്ട് അതിൽ ലഹരി കലർത്തും അവർ. എന്നിട്ട് ഞാൻ ഇന്നലെ ഒരു വിദ്യാലയത്തിൽ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ വിദ്യാലയത്തിലുള്ള കുട്ടികളിൽ 15 കുട്ടികൾക്ക് MDMA താല്പര്യമുള്ള കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് 1 മണിക്കൂറുള്ള ഒരു പീരീഡിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല. 1 അവർ പീരീഡിലൊക്കെ ഇരിക്കുമ്പോൾ, ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ അവർ ക്ലാസ് മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. എവിടെയെങ്കിലും പോയി ഇത് വാങ്ങി കഴിച്ചിട്ട് മടങ്ങി വന്നാൽ മാത്രമേ ഇവർക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്നത് വളരെ വളരെ അപകടം പിടിച്ചതാണ്. എൻ്റെ ജീവിതത്തിലെ 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ കരിയറിലെ 40 കൊല്ലം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ അറിയേണ്ടത് എൻ്റെ ഈ 40 കൊല്ലത്തെ മീഡിയ പരിചയം കേരളത്തിലെ ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന ഒരു പ്രശ്നം അധികാരികളിൽ എത്തിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാൻ നടത്തിയൊരു അഭിമുഖം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഈ പ്രോഗ്രാം തിരുവനന്തപുരത്ത് നിന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഇടപെടലില്ലാതെ പോലീസ് സ്റ്റേഷനുകളൊക്കെ തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുമതി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എവിടെ കടന്നു ചെല്ലാനും സ്വാതന്ത്ര്യമുണ്ട്. 90 ദിവസങ്ങൾക്കകത്ത് ഇതിൻ്റെ നാരായ പേര് പിഴുതെടുക്കണം. ഇതിൻ്റെ കടക്കൽ നമുക്ക് കത്തിവെക്കണം. നമുക്ക് വലിയ ഒരു യത്നം നമുക്ക് വേണം. കാര്യം ബാംഗ്ലൂരു പോലെയുള്ള മഹാനഗരങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഇത്തരം ലഹരി ഒഴുകി വരികയാണ്. കൊറിയർ വഴി വരും, ട്രെയിൻ വഴി വരും, ബസ്സുകൾ വഴി വരും, ഫ്ലൈറ്റുകൾ വഴി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറുത്ത് വീഴ്ത്തണം. അപ്പോൾ നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലത്ത് എസ് എൻ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ഇതുപോലുള്ള രാസലഹരി വാങ്ങിച്ച് കഴിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് 24-ൻ്റെ തലപ്പത്തിരിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന ഒരു തീരുമാനമാണത്. നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഐശ്വര്യം വരുമ്പോൾ, ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ 2 വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയും. ഒന്ന് നേരെ കിടക്കുന്നൊരു വഴി, രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണത്. 2 ചെളിക്കുണ്ട്, പാരലായിട്ട് ആ വഴിയും തെളിയും. അപ്പോൾ ചെളിക്കുണ്ടി വീഴണോ നേരെ പോകണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളോട്, നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഈ കൊല്ലം എസ് എൻ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ ശ്രീകണ്ഠൻ നായർ ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചൊരു കോളേജാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വേര് പിടിച്ചിട്ടുള്ളൊരു വിദ്യാലയമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഗൃഹാതുരമായ നൊസ്റ്റാൾജിയ പോലെ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ട്. ഈ കോളേജിലെ അധ്യാപകരൊക്കെ നമ്മോട് കാണിച്ചിട്ടുള്ള വാത്സല്യങ്ങൾ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ അധ്യാപകർ ജീവിതത്തിൽ നമ്മൾ 2 സ്ഥലത്താണ് ഏറ്റവും സ്വാധീനിക്കപ്പെടുക. ഒന്ന് നമ്മുടെ വീട്ടിലും, ഒന്ന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളാക്കുന്നത് ഈ കോളേജും ഈ വിദ്യാലയവും ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഭാവിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങൾ ചില അധ്യാപകരെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷേ പിന്നീട് ഇന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും അവരൊക്കെ നമ്മൾ എത്രമാത്രം വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ വാത്സല്യവും എൻ്റെ കോളേജിലെ കുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് എനിക്ക് വാത്സല്യത്തോടെ പറയാനുള്ളത്, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഈ ഒരു സംഭവത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വേണ്ടപ്പെട്ടവരെ പ്രിൻസിപ്പലിനെ വിവരം അറിയിക്കണം. നിങ്ങൾ അറിയിക്കാതിരിക്കരുത്. അതേസമയം ഇങ്ങനെയുള്ള അഡിക്റ്റഡ് പോയ കുട്ടികളെ ശത്രുക്കളായിട്ട് നിങ്ങൾ കാണരുത്. അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഇത് നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. അതേപോലെ ഇപ്പോൾ ഒരു വൃത്തികെട്ട പ്രചാരണം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് കഞ്ചാവ് വലിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പാവുമെന്നും നിങ്ങൾക്ക് നിശ്ചിതമായ ബുദ്ധിവൈഭവം ഉണ്ടാകുമെന്നും നിർമ്മിത ബുദ്ധിയെ തോൽപ്പിക്കുന്ന വൈഭവം ഉണ്ടാകുമെന്നും ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ വളരെ അനുഭവ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഒരു കഞ്ചാവിനും നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഒരു ഗുണമുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. എന്തെങ്കിലും രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ രോഗത്തിന് പ്രോപ്പറായിട്ട് ചികിത്സ നൽകാനുള്ള മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഏക്കാതെ വരും. നിങ്ങൾ ആ രോഗത്തിന് അടിപ്പെട്ടു പോകും, മരണം നിങ്ങളെ കീഴടക്കും. അത് മാത്രമായിരിക്കും കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അല്ലാതെ കഞ്ചാവ് വലിച്ച് ചില കലാകാരന്മാരും ചില പാട്ടുകാരും ചില സിനിമാ താരങ്ങളും ഒക്കെ ഇപ്പോൾ ഈ കഞ്ചാവിന് അടിമയാണ്. ലോകത്തിലെ ചില ഭാഗങ്ങളിൽ, ഗ്വാട്ടിമാല പോലെ ചില ലാറ്റിൻ അമേരിക്ക ചില രാജ്യങ്ങളിലൊക്കെ കഞ്ചാവ് നിയമപരമാണ്. അവിടെ കഞ്ചാവ് വളർത്താം. അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് വളർത്താം, ലീഗലാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് നിരോധിക്കപ്പെട്ട ഒരു വസ്തുവാണ്. ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി നിങ്ങളിലൊരു പ്രതിഭയുണ്ടാക്കും, പ്രതിഭയെ ഉണർത്തും എന്ന് വിശ്വസിക്കരുത്. നിങ്ങളൊരു മാരകമായ ലഹരിക്ക് അടിമയായാൽ നിങ്ങളുടെ സ്ഥിരബുദ്ധി തന്നെ ഇല്ലാതാവുകയും നിങ്ങൾ മാനസിക രോഗം ബാധിച്ച ആളുകളെ പോലെ ആവുകയും ചെയ്യും. പക്ഷേ ഇവരോടൊന്നും, ഈ കുട്ടികളോടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും
നിങ്ങളുടെ ക്യാമ്പസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എൻ്റെ പ്രതീക്ഷ ഏതാണ്, ഈ കോളേജ് ഒരിക്കലും അങ്ങനെയുള്ള ഒരു കോളേജായി അറിയപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എത്ര ആയിരം പേർക്ക്, ആയിരക്കണക്കിന് കുട്ടികൾക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത പള്ളിക്കൂടമാണ് കൊല്ലം SN കോളേജ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കാലത്തൊക്കെ ആയിരുന്നു MA BA ഒക്കെ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ബേബിയെ പോലെ എത്രയോ ആളുകൾ ഇവിടെ ഉയർന്ന് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നേ എത്രയോ ആളുകൾ പോയിട്ടുണ്ട്. അന്ന് SN കോളേജിലെ പ്രിൻസിപ്പലൊക്കെ കൊല്ലം കളക്ട്രേറ്റിലൊക്കെ കയറി ചെന്നാൽ കൂട്ടത്തോടെ ആൾ എഴുന്നേക്കുമായിരുന്നു. കാര്യം ഇവിടെ പഠിച്ചവരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളൊരു പാരമ്പര്യമുള്ള സംസ്കാരമുള്ളൊരു കോളേജാണ് ഈ കോളേജ്. നിങ്ങൾ ആളിനെ തടയുന്ന മാത്രമല്ല, ഈ കുട്ടികളുടെ ശത്രുത ഭാവിക്കരുത്. അതേസമയം നിങ്ങൾക്കൊരു 10 MDMA ഉപയോഗിക്കുന്നതിന് കാരണക്കാരായ ഈ വൃത്തികെട്ടവന്മാരെ പോലീസ് അഴിക്കുള്ളിലാക്കാൻ പ്രേരകമായാൽ നിങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടവനാകും. കാരണം എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയോ ഒരു സ്ഥലത്തിരുന്നൊരു മാഫിയ സംഘ തലവൻ നമ്മുടെ നാട്ടിലേക്ക് ഈ മാരകമായ വിഷം അയച്ചിട്ട് അവൻ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുകയാണ്. അതോടെ അവൻ കടയറുത്ത് വീഴ്ത്തുന്ന എത്രയോ കുടുംബങ്ങളിലെ കുരുന്നുകളെയാണ്, അവരുടെ ഭാവിയാണ്. അതുകൊണ്ട് നമുക്കവരെ സംരക്ഷിക്കണം. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വേറൊരു അവസരത്തിൽ കോളേജിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയാം. ഈ നമ്മൾ 40 ദിവസം 14 ജില്ലകളിലൂടെ 30 ദിവസം 14 ജില്ലകളിലൂടെ നടത്തുന്ന ഒരു യാത്രയാണിത്. ഈ യാത്രയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജാതി മത രാഷ്ട്രീയ സംഭവങ്ങളൊന്നുമില്ല. ഈ യാത്ര അവസാനിക്കുമ്പോൾ 30 ദിവസം കഴിയുമ്പോൾ ഒരു 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ കൂടെ ഒരു ഗവേഷണ വിഭാഗം കൂടെ 3 പേര് നമുക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഒരു 75 സംഘമാണ് ഈ സഞ്ചരിക്കുന്നത്. ഇവരൊരു PhD തീസ് പോലെ ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രബന്ധം എഴുതി തയ്യാറാക്കും. ആ പ്രബന്ധം തിരുവനന്തപുരത്ത് ഒരു കോൺക്ലേവിലൂടെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ സമർപ്പിക്കും. അതിൽ നമ്മൾ ചെയ്യുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി വാക്കാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ധീരമായ ചില നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് മാത്രവുമല്ല, ഈ കൊച്ചിയിലൊക്കെ തന്നെ വ്യാപകമായ റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കളമശ്ശേരി പോളിടെക്നിക് കോളേജിൻ്റെ ഉള്ളിൽ 2 കിലോ കഞ്ചാവ് വിപണനത്തിനായി കൊണ്ടുവന്നിട്ട് കച്ചവടക്കാരാ പിള്ളേർ, കുട്ടികൾ കച്ചവടം ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താ പ്രതീക്ഷയോടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയക്കുന്ന രക്ഷകർത്താക്കൾ ഇതൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഞങ്ങളുടെയൊക്കെ ക്യാമറകളിൽ പെട്ടുപോയ ഒരു കുട്ടി, ഇതിൽ പ്രതിയായ ഒരു കുട്ടി ഇങ്ങനെ തല കുനിയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം അവൻ ജീവിതത്തിലെടുത്തൊരു തീരുമാനമാണ് അവൻ്റെ തല കുനിയാൻ കാരണമായത്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു തെറ്റ് ഒരിക്കൽ ചെയ്താൽ നിങ്ങൾക്ക് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. പിന്നെ ഡിജിറ്റൽ ലോകമാണ്, എല്ലാവിധമായ തെളിവുകളുമുണ്ട്. ഈ തെളിവുകൾ നിങ്ങളെ പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലാഘവബുദ്ധിയോട് നമ്മളിതിനെ കാണരുത്. ഈ ഒരുപക്ഷേ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാരകമായ വിപത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചെടുക്കണം. ഇത് നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. MDMA പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് പല ആളുകളും കൊലക്കത്തി കയ്യിലെടുക്കുന്നത്. അവൻ്റെ കൊലക്കത്തി താഴെ ഇടണമെങ്കിൽ ആദ്യം നമ്മൾ ലഹരിയുടെ വേരിറക്കണം. ഈ ലഹരിയും ഇതുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ വേര് ആദ്യം ഇറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കേരളം എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളം എൻ്റെ പുണ്യഭൂമിയാണ്. ഈ മണ്ണിലാണ് നമ്മൾ ജനിച്ചത്, നമുക്ക് പിറന്ന നാടാണിത്. അപ്പോൾ ഈ മണ്ണിൽ നമ്മുടെ അഭിമാനപൂരിതമായിട്ടുള്ള ഒരു അന്തരംഗം ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ അണിചേരണം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ യാത്രയ്ക്ക് ഇന്ന് തന്നെ നമ്മൾ ശാസ്താംകോട്ട കോളേജിൽ പോയപ്പം ആ കോളേജിൻ്റെ മതിലിനിപ്പുറത്ത് ഒരു മുളങ്കാട് കണ്ടു. നമുക്ക് ആ പ്രകൃതി സൗന്ദര്യം കണ്ട് നമ്മൾ വളരെ ആവേശത്തോടെ മുളങ്കാടിനുള്ളിൽ കയറിയപ്പോൾ പിറകിൽ നിന്ന് ഒരാൾ പറയുന്നു, MDMAയും കഞ്ചാവും വലിക്കാൻ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്ഥലമാണിത്. അതേസമയം സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നൊരു സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ പറ്റുന്ന സ്ഥലം, മാരേജ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികളൊക്കെ അവിടെ വരുന്നുണ്ട്. പുറത്തുള്ള കോളേജുകളിലെയും പള്ളിക്കൂടങ്ങളിലെയും പിള്ളേർ രാവിലെ വന്നാൽ രാത്രി 9 മണിക്ക് പോകുന്നുള്ളൂ എന്ന് കോളേജിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വാശിയോടെ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടോടും ഫോണിലൂടെ പറഞ്ഞു, ഇതിൻ്റെ നാരായ വേരങ്ങ് അറുത്തു മാറ്റണം. കാരണം കുട്ടികൾ പഠിക്കുന്നൊരു കലാലയത്തിന് തൊട്ടടുത്ത് ഇത്തരമൊരു കഞ്ചാവ് വിപണന കേന്ദ്രം ഉണ്ടാകാൻ പാടില്ല, MDMA വരാനും പാടില്ല. കുട്ടികൾ അവിടെ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. കുട്ടികൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പല കുട്ടികൾക്കും എൻഗേജ്മെൻ്റ് ഇല്ല. അവർ സ്പോർട്സിലേക്ക് മടങ്ങണം, ലിറ്ററേച്ചറിലേക്ക് മടങ്ങണം, ആർട്ടിലേക്ക് മടങ്ങണം, പാട്ടിലേക്ക് മടങ്ങണം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ കുത്തിയിരിക്കുന്ന ആ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടണം. നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് നമ്മൾ വാതിലുകൾ കൊട്ടിയടച്ചു, പിന്നെ നമ്മൾ തുറന്നിട്ടില്ല. മനസ്സിൽ നമ്മൾ വലിയ മതിലുകൾ തീർത്തു, പിന്നെ നമ്മൾ ആ മതിൽ തകർത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്. ഈ കോളേജുമായി ഒരു വലിയൊരു ഹൃദയബന്ധത്തിൻ്റെ താമര നൂല് ഞാനിപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ മാത്രമല്ല, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ തന്നെ
ഇങ്ങനെ ഈ നാടിൻ്റെ നന്മയുടെ കടക്കൽ കത്തിവെച്ചിറങ്ങിയിരിക്കുന്ന വേതാളങ്ങളെ നിങ്ങൾ കണ്ടെത്തുകയും അത് എന്ത് വന്നാലും നിങ്ങൾ ഈ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ടയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിക്കുന്നു. SKN40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SKN40 എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇത് വരുന്നുണ്ട്, ലൈവായിട്ട് ഇത് പോകുന്നുണ്ട്. ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഞാനും അനുജയും തമ്മിൽ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ പ്രജൻ പാട്ട് പാടുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. ഞങ്ങൾ വലിയൊരു ട്രാൻസ്പെറൻസി നിലനിർത്തിയിട്ടുണ്ട്. SKN40 എന്ന് അടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ ഇതൊരു ഓർമ്മയായിട്ട് മാത്രമല്ല ഒരു തീരുമാനമായി അവശേഷിക്കാൻ വേണ്ടി ഒരു പ്രതിജ്ഞ കൂടി നമ്മൾ എടുത്തിട്ട് മടങ്ങുകയാണ്. നിങ്ങൾക്ക് മുന്നേ പഠിച്ച ഈ കലാലയം വിട്ടുപോയ ഒരു പഴയ വിദ്യാർത്ഥിയുടെ പ്രതിജ്ഞയായിട്ട് നിങ്ങൾ എടുത്താൽ മതി. 1976 മുതൽ 81 വരെ 5 കൊല്ലക്കാലം ഈ കലാലയത്തിൽ ഓടി നടക്കുകയും ഈ കലാലയം ജീവശ്വാസമാക്കി മാറ്റുകയും ചെയ്ത ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ ഒരു പ്രതിജ്ഞയാണിത്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ മനസ്സിൽ ചോര കിനിയുന്ന ആത്മാർത്ഥതയിൽ വേണം നിങ്ങളിത് ഉൾക്കൊള്ളാൻ. കാരണം അത്രയും വലിയൊരു അപകടമാണ് നമ്മളെ തേടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് വേണം ഈ പ്രതിജ്ഞ ഏറ്റെടുക്കാൻ. ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലാൻ എല്ലാവരോടും ഒന്ന് സ്റ്റേജ് മുന്നിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും. നമ്മളെല്ലാം ചേർന്നാണ് ഈ പ്രതിജ്ഞ ചൊല്ലേണ്ടതും അത് മനസ്സാവരിക്കേണ്ടതും. എല്ലാവരും മുന്നോട്ട് വരും, എല്ലാവരും. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളെ കേൾക്കുന്നില്ലേ? അപ്പോൾ സ്റ്റഡി ആയിട്ട് നിന്നോളൂ. നല്ല ഊർജ്ജമുള്ള കുട്ടികളെ പോലെ. ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾ 60 വയസ്സായ കിളവൻ്റെ കൂട്ടാണോ നിൽക്കേണ്ടത്? നേരെ നിൽക്ക്. ഓക്കെ, റെഡി. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സമ്പന്ന കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു മൈ ഡിയർ ഗൈസ്. താങ്ക് യു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടിയാണ്. നമുക്ക് നിങ്ങളുടെ ആശയങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചെറിയ ചോദ്യമാണ്. അതായത് ഒരു നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠി അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് മേറ്റ് ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് നിങ്ങൾ എന്താണ് ചെയ്യുക? നമ്മൾ അറിയേണ്ടതല്ലേ? നമ്മളത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ അറിയുന്നു, പേഴ്സണലി നിങ്ങൾ അറിയുന്നു, ഒരാൾ വളരെ അടുത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സഹപാഠിയോ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ അറിയുന്ന ഒരാൾ അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. നിങ്ങൾ എന്താണ് പിന്നീട് ചെയ്യുക? മിണ്ടാതിരിക്കുമോ? ഒരുപാട് പേര് അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് അറിഞ്ഞിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അത് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ആശയങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് ഈ വേദിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം കേട്ടോ. ഏത് ക്ലാസ്സിലാണ്? ജേർണലിസം, BA ജേർണലിസം. അപ്പോൾ പറയണം. ഏത് ഇയറാണ്? ഫസ്റ്റ് ഇയർ ആണ്. വിശ്വജിത്ത്. ഓക്കെ, വിശ്വജിത്തിന് അപ്പം എന്ത് തോന്നുന്നു? ഈ രീതിയിൽ ക്യാമ്പസുകളിൽ ഒരു ലഹരി വലയുണ്ട്, പല ക്യാമ്പസുകളിൽ അതുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പം കൊച്ചിയിലൊരു കേസ് മാത്രമല്ല, അങ്ങനെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വജിത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അറിയുകയാണ് ഒരാൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ആരെ അറിയിക്കും അത്? കോളേജിലെ പ്രിൻസിപ്പലിനെ. അങ്ങനെ ഒരു റാപ്പോ നിങ്ങൾ അധ്യാപകരുമായിട്ട് ഉണ്ടാക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? എന്താണ് മറ്റു അഭിപ്രായം? എന്താണ് ഈ അതല്ലാതെ ലഹരിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മൾ ഏതൊക്കെ രീതിയിൽ പോകേണ്ടി വരും? അങ്ങനെയുള്ള രീതിയിൽ തലയിടാതിരിക്കുക ഈ ഡ്രഗ് പോലുള്ള കാര്യങ്ങളിൽ. ഇയാൾ പേര്? ആർച്ച. എന്ത് പഠിക്കുന്നു? ഫസ്റ്റ് ഇയർ PC. പറഞ്ഞ് മനസ്സിലാക്കണം. അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ സൂചിപ്പിച്ച് അതിനുള്ള നടപടികൾ എടുക്കണം.
അങ്ങനെ ആരെങ്കിലും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ലില്ല. ലഹരിക്കെതിരെ നിങ്ങൾക്ക് നമ്മൾ വിദ്യാർത്ഥികൾ കുട്ടികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്നാണ് തോന്നുന്നത്? അതിനകത്തുള്ള ക്യാമ്പയിൻ നടത്താം ഒരുപാട്. പിന്നെ അതിനെക്കുറിച്ച് ലഹരിയുടെ വിപത്തുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കാം. പിന്നെ അത് ഫിസിക്കലി എന്താണ് ഒരു ലഹരിയെക്കുറിച്ചുള്ള നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ കഴിയും നമുക്ക്. അല്ല, ഈ ക്ലാസ്സുകളും നാടകങ്ങളൊന്നും ഉപരി ഒരാൾ സ്വയം ചിന്തിച്ചാൽ എന്തായാലും മാറാൻ പറ്റൂ. അപ്പോൾ സ്വയം ഉള്ളിലൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലൊന്നും പെടാൻ പറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ദേവനന്ദന, അഷിത, സൂര്യ. നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ അത് പ്രിൻസിപ്പളിൻ്റെ അടുത്തോ ആരുടെ അടുത്തോ പറയണം. ഇപ്പോൾ പഠനങ്ങളെല്ലാം പറയുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ് ഈ ലഹരി വ്യാപനം കൂടുതലുള്ളതാണ്. അതായത് എസ്പെഷ്യലി കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം അത് ഈ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു എന്താണ് പറയുക, ഒരു വലിയ മാഫിയ സംഘം തന്നെ ഇതിന് പിറകിലുണ്ട്. അവരാണ് കുട്ടികളെ ഈ വഴിയിലോട്ട് മാറ്റുന്നതെന്നുള്ള ഒരു പഠന റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കുട്ടികൾ അതിന് വീണു പോകുന്നത്? അത് ഈ പ്രായത്തിൻ്റെതും സാഹചര്യവും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും. ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അഭിപ്രായങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ നിന്നറിയാം. നിങ്ങൾക്കെല്ലാം മുന്നോട്ട് വരാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ടെസ്റ്റ്. ആർക്ക് വേണം മറുപടി പറയാം. നിങ്ങളുടെ വീടിൻ്റെ ഇടത്തുള്ള വീട്ടിൽ, ആ രണ്ടാമത്തെ ഇടത്തെ വീട്ടിൽ താമസിക്കുന്ന ആ ഗൃഹനാഥൻ്റെ പേര് പറയാമോ? സമ്മാനമുണ്ട്. ഒരു മാത്രമല്ല, SKN40 എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത് ലൈവായിട്ട് ആൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ അറിയാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിൽ SKN40 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ലൈവ് കാണാം. ഈ ലൈവിലൂടെ ആൾ കാണുക. നിങ്ങളുടെ അയലത്തുള്ള ആളിനെ അറിയാമോ? അറിയാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കോഫി കുടിക്കാനുള്ള കപ്പ് തരും. പറഞ്ഞോ? അപ്പോൾ അദ്ദേഹം ജീവനോടെ വേണോ അവിടെ? എന്താ പേര് അങ്ങേരുടെ? പ്രണവ്. അല്ല, പ്രണവിൻ്റെ പേര്. അത് നമ്മുടെ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ വീടിൻ്റെ ഇടതുവശത്ത് രണ്ടാമത്തെ വീട്ടിലെ ഗൃഹനാഥൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര്? സുധി. എന്താ ചെയ്യുന്നത് അദ്ദേഹം? അദ്ദേഹം മരം വെട്ടാണ്. ആരെ കാണാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം അയൽവാസിയെ അറിയാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? താങ്ക് യു. വീട്ടിൽ വെക്കണം, ഷോപ്പീസായിട്ട്. ഓക്കെ. താങ്ക് യു. BSc സുവോളജി പഠിക്കുന്ന ദൃശ്യമുണ്ടോ അവിടെ? ദൃശ്യം ഒന്നും കൊണ്ട് വന്നേ ഒരു കാര്യം പറയട്ടെ. അതെ, ദൃശ്യ പാട്ട് പാടുന്ന ആളാണ്. അതെ. ദൃശ്യ നല്ലൊരു ഗായികയാണെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ അറിഞ്ഞു. ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? കലാതിലകാണോ? കോളേജ് കലാതിലകാണോ? അപ്പം ആപ്റ്റ് ആളാണ് സർ. ദൃശ്യ ഒരു പാട്ട് പാടാം. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു. നീ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ അടിപൊളി. അല്ല, ദൃശ്യം ഒരു കാര്യം ചെയ്യാം. പ്രജനൊരു ഗായകനാ. നിങ്ങൾ രണ്ടുപേരുടെ ചെന്ന് യുഗ്മകാരം പഠില്ല? യുഗ്മം മനസ്സിലായില്ലല്ലേ? SN കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് യുഗ്മം മനസ്സിലായില്ല. യൂട്യൂബിലൂടെ ലൈവായിട്ട് ആൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ടുപേരുടെ
അതൊരു അതൊരു പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ അലൻ ഇവിടെ ഉണ്ട്. അലൻ നമ്മളുടെ കുടുംബാംഗമാണ്. നമ്മളുടെ ഏതൊരു പരിപാടിക്കും അലൻ എപ്പോഴും നമ്മളുടെ അടുത്തേക്ക് ഓടി എത്തുന്ന ആളാണ്. അലൻ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ അലൻ എന്താണ്? താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാർ 40 വർഷങ്ങളായി മാധ്യമരംഗത്ത് ഒരുപാട് നല്ലൊരു ജോലി ചെയ്തതായിട്ടാണ്. ദൂരദർശനിലും ആകാശവാണിയിലും എൻ്റെ കുഞ്ഞിനാളെ തൊട്ട് എൻ്റെ കുഞ്ഞാകുമ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാർ ഞങ്ങളൊക്കെ വളരെ ഞങ്ങളിപ്പോൾ പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാറുണ്ട് നമ്മുടെ ചാനലായിട്ട്, നമ്മുടെ ഫ്ലവേഴ്സും 24-ലൊക്കെ. എപ്പോഴും നമ്മളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കുടുംബമാണ്, നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. എൻ്റെ സ്വന്തം ശ്രീകണ്ഠൻ സാർ ഞങ്ങളൊക്കെ നല്ലൊരു ബന്ധമായിട്ടാണ് ഞങ്ങളൊക്കെ. ഞാനിപ്പം ഡിഗ്രി 3rd ഇയർ ആണ്. കൊല്ലം ഇവിടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്, കൊല്ലം കോളേജിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇപ്പം 3rd ഇയർ ആണ്. BA ജേർണലിസമാണ് ഞാൻ പഠിക്കുന്നത്. ജേർണലിസം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഒരു സ്വപ്നമാണ് ജേർണലിസം. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എൻ്റെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ലൊരു ഭാവിയുമായിട്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടാണ് എൻ്റെ ശ്രീകണ്ഠൻ സാർ. ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ പ്രോഗ്രാം എൻ്റെ കുഞ്ഞുനാളെ തൊട്ട് എൻ്റെ കുട്ടിക്കാലത്താണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാർ ഞങ്ങൾ തമ്മിൽ ഒരുപാട്. പിന്നെ മഴവിൽ മനോരമയിലെ സമഗ്രം എന്ന പ്രോഗ്രാമിലായിട്ടാണ് ഞാനും എൻ്റെ ശ്രീകണ്ഠൻ ഞങ്ങളും പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാറുണ്ട് എൻ്റെ ശ്രീകണ്ഠൻ സാർ. ഇപ്പം എൻ്റെ സ്വന്തം ചാനൽ 24-ഉം ഫ്ലവേഴ്സും ഒക്കെ എൻ്റെ സ്വന്തം ചാനലായിട്ടാണ്. നമ്മൾ ഒരുപാട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ കൂടെ ഉണ്ട്. 14 ജില്ലകളാണ്, 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വലിയൊരു റോഡ് ഷോ റാലിയായിട്ടാണ് ഈ മാർച്ച് 16 മുതൽ ഏപ്രിൽ 26-ാം തീയതി നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നേ. അപ്പോൾ എൻ്റെ ശ്രീകണ്ഠൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിനെ. എനിക്ക് വലിയൊരു ബന്ധമായിട്ടാണ്. ഞങ്ങൾ ഒരുപാട് നല്ല സ്നേഹവും അതേ നല്ലൊരു വാത്സല്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സന്തോഷം. താങ്ക് യു. നിങ്ങളെല്ലാവരും പിന്തുണയോടെ സ്നേഹപൂർവ്വം അലൻ ബിനു അലോഷ്യസ്. അലൻ്റെ സ്നേഹം ഒരു ഗംഗ പോലെ എങ്ങോട്ട് ഒഴുകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഹലോ ഇനി അല്പസമയത്തിനുള്ളിൽ ഡിവൈഡ് സോങ് ബൈ പ്രജിൻസി കണ്ണൻ ആൻഡ് ദൃശ്യ ഫ്രം കൊല്ലം SM കോളേജ്. ദൃശ്യയുടെ കൂടെ പാട ചലഞ്ചാട്ടോ. ഇവിടുത്തെ കോളേജിലെ കലാതിലവാണ്. ഓഡിയോ പ്രിൻസിപ്പൽ പാടുവോ? ദൃശ്യയുടെ ഓഡിയോ അറിയില്ലായിരുന്നു. അപ്പൊ പ്രിൻസിപ്പലിന്റെ പാട്ടും കേൾക്കണം നമുക്ക്. ശരി. ഹലോ പറഞ്ഞു. ഹലോ, ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. കൈക്കൊരു ഊർജ്ജമില്ല. ഇതെല്ലാം 70 കൈയടിക്കുന്നവരുണ്ട്. ഒന്ന് കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിര്, തണലും വെയിലും പുണരും തൊടി മിഴികൾ പായുന്നു കുതിയിൽ, കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ, കാത്തിരിപ്പോ വിങ്ങലല്ലേ കാലമിന്നോ മൗനമല്ലേ മൗനം തീരില്ലേ, അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെയിറങ്ങാൻ ഒരു തിടുക്കം. ആഹാ അടിപൊളി. ഇതൊരു മോഹക്കപ്പാണ്. ഈ കപ്പ് വളരെ അപൂർവമായിട്ടേ കൊടുക്കും പുറത്ത്. പക്ഷേ ഈ ലഹരിക്കെതിരെ എന്താണ് ദൃശ്യക്ക് പറയാനുള്ളത്? അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. എല്ലാവരും അതിൻ്റെ നമുക്ക് പറഞ്ഞുള്ളത് പാട്ടല്ലേ? മനസ്സിലായി. അല്ല, അത് നല്ലൊരു ഉപാധിയാണ് SKN. കാരണം പാട്ടിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ചിന്തകളെയൊക്കെ
മാറ്റാൻ പറ്റും? ലഹരിയെ കുറിച്ച് ചിന്തിക്കേണ്ട നമുക്ക്. സംഗീതമാണ് നമ്മുടെ അത്താഴം കഴിക്കാതിരിക്കുമ്പോൾ ചോറാണോ പത്തിരിയാണോ എന്ന് ചോദിക്കുന്നതും പാട്ടായിരിക്കും അല്ലേ? അതെ അതെ, ദൃശ്യം അങ്ങനെയല്ലേ അല്ലേ? എന്നും പാട്ട് കേൾക്കാറില്ലേ? അതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ഗായകനുണ്ട്, നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ. അതെ അതെ, ആഹാ, യെസ് യെസ്, പാടുക. ഉള്ള ഓഡിയൻസിന് പോയി കിട്ടും സാറേ. ഏയ് ഇല്ല ഇല്ല, ഗൈസ് മേക്ക് സം നോയ്സ് ഫോർ യുവർ പ്രിൻസിപ്പൽ. യെസ്. നിങ്ങളിവിടെ കാണത്തില്ലയോ? അതോ സാറിൻ്റെ പാട്ടിനെ പാതി വെച്ചിറങ്ങി പോവോ? ആ, നമ്മുടെ പ്രിൻസിപ്പലാണ്. ആ, ഓക്കെ, മുൻകൂർ ജാമ്യം എടുത്തു സാർ. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കേട്ട് അന്നത്തെ യുവതലമുറയുടെ മനസ്സിൽ പിടിച്ചൊരു പാട്ട്, പഴയ പാട്ട്, പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ജയചന്ദ്രൻ അനശ്വരമാക്കിയ ഒരു പാട്ടിലെ 2 വരികൾ പാടാം. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ചലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അടിപൊളി. സാറിന് വളരെ വിലപ്പെട്ട ഒരു സമ്മാനം കൊടുക്കുകയാണ്. കേരളത്തിലെ കമ്പോളങ്ങളിൽ മാത്രം ലഭ്യമായ ഒരു സമ്മാനം. സാറിനി അടുത്ത 30 ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതിലെ കോഫി കഴിക്കാവൂ. ഓക്കെ സാർ. എനിക്ക് ഇന്ന് ശ്രീകണ്ഠൻ നായർ സാർ ഈ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്രയുമായിട്ട് എത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളെ പറ്റി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സാറിന്ന് ഇവിടെ സൂചിപ്പിച്ചു, ഇത് വെറുമൊരു യാത്ര മാത്രമല്ല, ഒരു ഗവേഷണ പ്രോജക്റ്റ് പോലെ സാർ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനുള്ള 2 അധ്യാപകർ, നമ്മുടെ ഫിലോസഫിയിലും സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്, അധ്യാപകർ തന്നൊരു അവരുടെ ഒരു സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബോധവൽക്കരണം നടത്തുന്നത് നല്ലത് തന്നെയാണ്. അതിനപ്പുറം ഈ കുട്ടികളെ മനസ്സിലാക്കാനും ഇവർക്ക് ശരിക്കും പാരമ്പര്യം എന്നല്ലതിന് പറയുന്നത്, ഇവരുടെ ജീവിത രീതിയിൽ വന്ന ചില മാറ്റങ്ങളും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ അവരെ സ്വാധീനിക്കുന്നു, അവരൊക്കെ ലഹരിക്ക് അടിമയാക്കാൻ ഒരു കാരണമാകുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെയൊക്കെ, ഈ യുവതലമുറയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ മനസ്സിലാക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പ്രതിവിധി ചെയ്യാൻ പറ്റുമെന്നൊരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ സാറും ഈ കാര്യത്തിൽ വളരെ ശക്തമായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിൽ കൂടെ ഊന്നിയുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പായിട്ട് ഇതിനെ മാറ്റണമെന്നൊരു നിർദ്ദേശമാണ് തീർച്ചയായിട്ടും. നമ്മൾ കാസർഗോഡ് എത്തുമ്പോൾ ഇവിടെ കേരളത്തിൽ ഏറ്റവും ലഭ്യമായ ഇതിൽ ഏറ്റവും നല്ല അവബോധം ആൾക്കാർക്ക് ഉണ്ടാവും എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഇനി എന്തോ ആരെങ്കിലും നമുക്ക് അതാ ഒരു മിടുക്കൻ വന്നിട്ടുണ്ട്, വാ വാ ഓടി വാ. പറയൂ പറയൂ പറയൂ. എന്താ പരിപാടി? തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. महफिल में तेरी हम ना रहे जो कम तो नहीं है, कम तो नहीं है, किससे हमारे नज़दीकियों ते कम तो नहीं है, कम तो नहीं है. कितनी दफा सुबह को मेरे तेरे आंगन में बैठे बैठे शाम किया, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ बेलिया ओ पिया, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ, चन्ना मेरे आ मेरे आ बेलिया ओ पिया. थैंक यू. गीत बहुत अच्छा है. താങ്ക് യു സാർ. അവിടെ നിൽക്കുന്നയാള് ഇതിനൊപ്പം പാടുന്നുണ്ടായിരുന്നു, ചുണ്ടരക്ക് പാട്ട് പാടുവോ? ശരി, പാടുന്നവരും പാടാവുന്നവരും ഉണ്ട് അല്ലേ? താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടുവോ? നിങ്ങൾക്കെല്ലാം ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പലർക്കും ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നറുക്കെടുപ്പ്, ഇന്ന് കൊല്ലം ജില്ലയുടെ നറുക്കെടുപ്പ് ഇന്നാണ്. അതിൽ നിങ്ങൾക്ക് ആ ലോട്ട് ഇവിടെ വെക്കാവുന്നതാണ്. എന്താണ് പറഞ്ഞത്? കേട്ടില്ല. അരവിന്ദ്
പാട്ട് പാടുവോ? വരൂ അരവിന്ദ് വരൂ. വരൂ അരവിന്ദ്. കൈയടിച്ചു കൊടുക്കും. ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ, തരണേ ഇവിടെ. അത് നറുക്കെടുപ്പ് വൈകിട്ടാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, പെട്ടെന്ന് വിളിച്ചപ്പോൾ വന്ന് പാടുന്നതാണ്. പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം തോന്നിയെന്നും എന്നും. പിച്ച വെച്ച നാൾ മുതൽക്കു നീ എൻ്റെ സ്വന്തമായി ആശ കൊണ്ട് കൂട്ടി ഞാൻ ഇഷ്ടം തോന്നിയെന്നും എന്നും. താങ്ക് യു. നമ്മുടെ ടീച്ചർ കൂടി ഉണ്ട് ഇവിടെ. ടീച്ചർ ബോട്ടണി ടീച്ചറാണ്. ടീച്ചർ പാട്ടുകാരിയാണ്. ടീച്ചർ പാടുമല്ലേ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും മകളികിയോ കുഞ്ഞു തുമ്പി തമ്പൊരു മീട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ. താങ്ക് യു. അപ്പം നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇവർക്കൂടൊരു ടീഷർട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഈ നമ്മൾ നടത്തുന്ന ഈ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ SKN40 എന്ന യൂട്യൂബ് വീഡിയോ ചാനൽ കണ്ടാൽ മതി. ചാനലിൽ നമ്മുടെ ഫ്ലവേഴ്സിലും അതുപോലെ 24ലും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരും. അപ്പം നമുക്ക് ചിലപ്പം ഇത് അവസാനിക്കുന്ന കണ്ണൂരിലായിരിക്കും. കാസർഗോഡ് വരെയുണ്ട്. കണ്ണൂർ സ്റ്റേഡിയത്തിൽ ഇത് അവസാനിക്കുമ്പോൾ നമ്മളൊരു വലിയൊരു ജനസാഗരമായിട്ട് ഇത് മാറണം. ഈ ജനസാഗരത്തിൻ്റെ ആർപ്പുവിളിയിൽ ഇതൊക്കെ വിതരണം ചെയ്യുന്ന ആളുകൾ സംസ്ഥാനം വിടണം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, താങ്ക് യു. അലന വിളിച്ചു പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.